ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ പകരക്കാരനായിക്കൊണ്ടായിരുന്നു സ്വീഡിഷ് പരിശീലകനായ മിക്കേൽ സ്റ്റാറെ ക്ലബിലേക്ക് എത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് ആയുസ് കുറവായിരുന്നു. കേവലം 6 മാസം മാത്രമാണ് ക്ലബിനകത്ത് അദ്ദേഹത്തിന് ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടീമിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് ക്ലബ് അദ്ദേഹത്തെ പുറത്താക്കി. നിലവിലൊരു മുഖ്യ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിനില്ല. TG പുരുഷോത്തമനും തോമസും ചേർന്നുകൊണ്ടാണ് ക്ലബിനെ നയിക്കുന്നത്. സ്റ്റാറയ്ക്ക് കീഴിൽ ക്ലബ്ബ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ മലയാളി താരമായ വിപിൻ മോഹനൻ സംസാരിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാറയ്ക്ക് കീഴിൽ പല മത്സരങ്ങളിലും നന്നായി കളിച്ചിട്ടുണ്ട് എന്നാണ് വിപിൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യം കൊണ്ടാണ് പല മത്സരങ്ങളിലും പരാജയപ്പെട്ടത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. റിസൾട്ടുകൾ തങ്ങൾക്ക് ലഭിക്കാത്തത് തിരിച്ചടിയായി എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. വിപിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാവരും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഈ ഫലങ്ങൾ എന്ന് കരുതുന്നു. പഴയ പരിശീലകന് കീഴിലും ഞങ്ങൾ നന്നായി കളിച്ചിരുന്നു. റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭാഗ്യമില്ലായ്മ കാരണമാണ് ചില മത്സരങ്ങളിൽ നമ്മൾ തോറ്റത്. നമ്മൾ കളിക്കാതെ തോറ്റതല്ല. കളിക്കാരുടെ മനസ്സിൽ നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട്. നന്നായി കളിച്ചിട്ടും റിസൾട്ട് ഇല്ല എന്നതാണ് ഞങ്ങൾക്ക് തിരിച്ചടിയായത്. ഈ മാസത്തിൽ അത് പതിയെ ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലും അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡറായ വിപിൻ മോഹനൻ പറഞ്ഞിട്ടുള്ളത്. മിക്കേൽ സ്റ്റാറെ ക്ലബ്ബ് വിട്ടതിന് ശേഷം 3 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. അതിൽ 2 മത്സരങ്ങളിലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം കൂടി ഇപ്പോൾ ആരാധകർ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.